നമ്മുടെ സൗരയൂഥത്തിനപ്പുറത്തേക്ക് വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു സാങ്കേതികവിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്: ലേസർ സെയിൽ പ്രൊപ്പൽഷൻ. ലേസർ സെയിൽ പ്രൊപ്പൽഷൻ എന്ന ആശയം കാലങ്ങളായി ശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്ന ഒന്നാണ്. ശക്തമായ ലേസർ രശ്മി ഉപയോഗിച്ച് ചെറിയ ബഹിരാകാശ പേടകങ്ങളെ പ്രകാശത്തിന്റെ വേഗതക്കടുത്തെത്തിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇന്ധനമോ മറ്റ് ഊർജ്ജ സ്രോതസ്സുകളോ പേടകത്തിൽ ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലേസർ പ്രൊപ്പൽഷൻ വഴി ബഹിരാകാശയാത്രയുടെ സാധ്യതകൾ വർദ്ധിക്കുന്നു. ലേസർ സെയിൽ ആശയം പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ലെങ്കിലും ഭാഗികമായി ഇത് തെളിയിച്ച 2 ബഹിരാകാശ പേടകങ്ങളുണ്ട്. ജാക്സയുടെ ഇക്കാറോസും പ്ലാനറ്ററി സൊസൈറ്റിയുടെ ലൈറ്റ് സെയിൽ -2ഉം സൂര്യനിൽ നിന്നുള്ള ഫോട്ടോണുകൾ ഉപയോഗിച്ചാണ് സഞ്ചരിച്ചത്. ഈ ആശയം പ്രവർത്തിക്കുമെന്ന് ഇവ തെളിയിച്ചു. ഒരു കാലത്ത് ബ്രേക്ക് ത്രൂ സ്റ്റാർഷോട്ട് എന്ന പദ്ധതി പ്രശസ്തമായിരുന്നു. 1000 കൊച്ചുകപ്പലുകളുടെ ഒരു കൂട്ടത്തെ ആൽഫ സെന്റോറിയിലേക്ക് അയക്കാൻ അവർ ലക്ഷ്യമിട്ടു. 20 വർഷം കൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ ആൽഫ സെന്റോറിയിലേക്ക് എത്തിച്ചേരാനായിരുന്നു അവരുടെ പദ്ധതി. ഇത് മനുഷ്യരാശിയുടെ ആദ്യത്തെ നക്ഷത്രാന്തരയാത്രയാകുമായിരുന്നു. ഈ നാനോക്രാഫ്റ്റുകൾ ഭൂമിയിൽ നിന്നുള്ള ലേസർ ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും പ്രോക്സിമ സെന്റോറിയുടെ അടുത്തുകൂടി പറന്ന് അവിടെയുള്ള എക്സോ പ്ലാനറ്റുകളുടെ ചിത്രം എടുക്കുകയും ചെയ്യുമായിരുന്നു. ബ്രേക്ക് ത്രൂ സ്റ്റാർഷോട്ട് പദ്ധതി തകർന്നുവെങ്കിലും ലേസർ സെയിൽ ആശയം ഇപ്പോഴും നിലനിൽക്കുന്നു. പ്രോക്സിമ സെന്റോറിയെ പര്യവേക്ഷണം ചെയ്യാനുള്ള പുതിയൊരു നിർദ്ദേശം അടുത്തിടെ ഒരു പേപ്പറിൽ അവതരിപ്പിച്ചു. ഭൂമിയുമായി ഏറ്റവും അടുത്ത നക്ഷത്രമാണ് പ്രോക്സിമ സെന്റോറി. ഈ പുതിയ നിർദ്ദേശം നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനെക്കുറിച്ച് പഠിക്കാൻ സഹായകമാകും. കോറാക്കിളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പിക്രോ സ്പേസ്ക്രാഫ്റ്റ് കൂട്ടം പ്രോക്സിമ സെന്റോറി സിസ്റ്റത്തിലൂടെ വേഗത്തിലുള്ള ഫ്ലൈബൈ നടത്തും. ഈ ദൗത്യം ലേസർ സെയിൽ സാങ്കേതികവിദ്യയുടെ സാധ്യത തെളിയിക്കുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കാനും ലക്ഷ്യമിടുന്നു. പ്രോക്സിമ സെന്റോറിയുടെ വാസയോഗ്യമായ മേഖലയിലുള്ള ഗ്രഹമായ പ്രോക്സിമ ബിയുടെ അടുത്തുകൂടി പറന്നുപോകുന്നതിനാണ് പ്രധാന ലക്ഷ്യം. ഓരോ പേടകത്തിലും ഒരു ചെറിയ ഡിജിറ്റൽ ക്യാമറ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഒരു കൂട്ടമായി പ്രവർത്തിക്കുമ്പോൾ ഈ പേടകങ്ങൾക്ക് എക്സോപ്ലാനറ്റുകളുടെ ഗിഗാപിക്സൽ റെസല്യൂഷനിലുള്ള ചിത്രങ്ങൾ നൽകാൻ കഴിയും. ഇത്രയും ചെറിയ പേടകങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില സാങ്കേതിക വെല്ലുവിളികൾ നിലനിൽക്കുന്നു. പ്രധാനമായും പേടകങ്ങളുടെ നാവിഗേഷനാണ് ഒരു പ്രശ്നം. പേടകങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാൻ പൾസാർ നാവിഗേഷൻ പോലുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടിവരും. കൂടാതെ ഡാറ്റാ കൈമാറ്റവും ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും പേടകങ്ങളുടെ ഒരു കൂട്ടത്തെ അയക്കുന്നതിന് വ്യക്തമായ ഗുണങ്ങളുണ്ട്. അതിലൊന്ന് റിഡൻഡൻസിയാണ്. ദൗത്യം പൂർത്തിയാക്കാൻ കൂട്ടത്തിലെ എല്ലാ പേടകങ്ങളും ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നില്ല. ഇത് ദൗത്യത്തിന് കൂടുതൽ സാധ്യത നൽകുന്നു. ലേസർ സെയിൽ പ്രൊപ്പൽഷൻ എന്ന ആശയം യാഥാർത്ഥ്യമായാൽ അത് പ്രപഞ്ച പര്യവേക്ഷണത്തിലെ ഒരു വലിയൊരു കാൽവെപ്പായിരിക്കും. കൂടുതൽ അറിവുകൾക്കായി കാത്തിരിക്കാം.